നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രസ് ഫോറത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും മാതൃഭൂമിയുടെ ലേഖകനുമായിരുന്ന കെ കൃഷ്ണന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് നഗരസഭ അധ്യക്ഷ വി സുജാത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും മാതൃഭൂമിയുടെ റിപ്പോർട്ടറുമായിരുന്ന കെ കൃഷ്ണന്റെ 24ാം വാർഷികത്തിൽ അനുസ്മരണവും SSLC, LSS, USS ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷ വി സുജാത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണേട്ടന്റെ വിജയം, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞ് 24 വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ വളരെയേറെ പ്രയാസം നിറഞ്ഞ അല്ലെങ്കിൽ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് മാത്രം പത്രപ്രവർത്തന രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെതായ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് കൃഷ്ണേട്ടൻ പ്രവർത്തിച്ചു വന്നിരുന്നത്. വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇന്നത്തേതുപോലെ ഇല്ലാത്ത ഒരു കാലത്ത്, ഫോൺ പോലും മൊബൈൽ ഫോൺ പോയിട്ട് അല്ലാത്ത ലാൻഡ് ഫോൺ പോലും വ്യാപകമല്ലാതിരുന്ന ഒരു കാലത്ത് അപ്പോൾ എത്രത്തോളം പ്രയാസമായിട്ടുണ്ടാവും വാർത്തകൾ ശേഖരിക്കുന്നതിനും അത് എത്തേണ്ടിടത്ത് എത്തിക്കുന്നതിനും അതുപോലെ ഫോട്ടോസ് ശേഖരിക്കുന്നതിനും എത്തിക്കുന്നതിനും ഒക്കെ എന്നുള്ളത് ഇവിടെ അനുഭവത്തിന്റെ വെളിച്ചത്തില്. പ്രസ് ഫോറത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറി യു ബാബു ഗോപിനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്നത്തെ ഈ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാതെ പത്രപ്രവർത്തനം ക്ലേശകരം എന്നല്ല, സാഹസികമായിരുന്ന കാലഘട്ടത്തിൽ വലിയ പ്രതിഫലമൊന്നുമില്ലാതെ ജീവിക്കാനുള്ള വരുമാനം പോലും ഈ മേഖലയിൽ നിന്ന് ലഭിക്കാതെ ഒരു ഹരമായി പത്രപ്രവർത്തനത്തെ കൊണ്ടു നടന്ന ആളാണ് ശ്രീകൃഷ്ണേട്ടൻ. N. ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണേട്ടന്റെ 24ാമത് ചരമവാർഷികാചരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. കൂത്തുപറമ്പിന്റെ പത്രപ്രവർത്തന രംഗത്ത് ഒരു വഴിവിളക്കായി നമുക്ക് മുൻപേ നടന്നു നീങ്ങിയിട്ടുള്ള കൃഷ്ണേട്ടനെ ഓർക്കുമ്പോൾ കൂത്തുപറമ്പിന്റെ വികസനാത്മക പത്രപ്രവർത്തനത്തിൽ അങ്ങേയറ്റം ബദ്ധശ്രദ്ധ പുലർത്തിയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം കാണാൻ വേണ്ടി കഴിയും. ടി രവീന്ദ്രൻ, പി അജയകുമാർ, ടി കെ അനീഷ് എന്നിവർ സംസാരിച്ചു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.